വയനാട് മേപ്പാടിയിൽ ഇൻഷുറൻസ് തുക അടക്കാത്തതിന് പോലീസ് പിടിച്ചെടുത്ത ഓട്ടോറിക്ഷ പൊളിച്ചുവിട്ടതിൽ അന്വേഷണം. മൂപ്പനാട് മുക്കിൽപീടിക സ്വദേശി NR നാരായണന്റെ പരാതിയിലാണ് വയനാട് അഡീഷണൽ SP അന്വേഷണം തുടങ്ങിയത്. 2018-ലുണ്ടായ സംഭവത്തിൽ മനുഷ്യാവകാശ കമ്മീഷൻ ഇടപെട്ടതോടെയാണ് പോലീസ് അന്വേഷണത്തിന് തയ്യാറായത്. 2018 ഡിസംബറിലാണ് നാരായണന്റെ ഓട്ടോറിക്ഷ പോലീസ് പിടിച്ചെടുത്തത്. ഇൻഷുറൻസ് അടവ് മുടങ്ങിയതായിരുന്നു കാരണം. 1000 രൂപ പിഴയടച്ചു. ഇൻഷുറൻസ് തുക മുഴുവനടച്ചാലേ വണ്ടി വിട്ടുതരൂവെന്ന് പോലീസ് നിലപാടെടുത്തു. 2 മാസത്തിനുശേഷം നാരായണൻ പിഴയടയ്ക്കാനെത്തിയപ്പോഴാണ് ഓട്ടോ പൊളിച്ച നിലയിൽ കണ്ടത്. പോലീസ് പരിശോധനയ്ക്കിടെ ഞാനൊരു യാത്ര പോവുകയായിരുന്നു. അതിൽ കൈകാട്ടി നിർത്തി പേപ്പർ പരിശോധിച്ചാൽ ഇൻഷൂർ തെറ്റിയിരിക്കുകയായിരുന്നു. അപ്പോൾ വണ്ടി കയറ്റിയിട്ട് ഇൻഷൂറില്ലാതെ വിടാൻ പറ്റില്ല, ഇൻഷൂർ അടച്ചിട്ട് പോയിക്കൊന്നു പറഞ്ഞു. അപ്പോൾ എൻ്റെ കയ്യിൽ പൈസ ഉണ്ടായില്ല. എന്നാൽ ഒരു പേ അടച്ചിട്ട് 1000 രൂപ പേ അടച്ചിട്ട് കൊണ്ടുപോയിക്കെന്ന് പറഞ്ഞു. അതിൽ 2 ദിവസം ഞാനൊരു കൂലിപ്പണിക്ക് പോയി. എന്നിട്ട് ഒരു 1000 രൂപ കൊണ്ടുപോയി കൊടുത്തപ്പോഴാണ് അവിടുന്ന് വേറൊരു സാർ പറയുന്നത്, നീ ഇൻഷൂർ അടച്ചിട്ട് കൊണ്ടുപോയാൽ മതി, അല്ലാതെ വണ്ടി കൊണ്ടുപോകണ്ട പറഞ്ഞു. കളക്ടർക്കും SP-ക്കും പരാതി നൽകി. നടപടിയൊന്നും ഉണ്ടായില്ല. ഒടുവിൽ മനുഷ്യാവകാശ കമ്മീഷൻ ഉത്തരവിനെ തുടർന്നാണ് പോലീസ് അന്വേഷണം തുടങ്ങിയത്. അഡീഷണൽ SP വിനോദ് പിള്ള നാരായണന്റെ മൊഴിയെടുത്തു. പോലീസിന്റെ വീഴ്ചയും അന്വേഷണ പരിധിയിലുണ്ട്. ഉപജീവനമാർഗം മുടങ്ങിയതിനെ തുടർന്ന് ഹോട്ടൽ ജോലിയെടുത്താണ് നാരായണൻ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. വിഷയത്തിൽ ഉടൻ പരിഹാരമുണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് നാരായണൻ. 24 വയനാട്.